കേരളത്തിലെ ക്ലാസ് മുറികൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതെ, HSA നോട്ടിഫിക്കേഷനുകൾ വന്നു കഴിഞ്ഞു. അധ്യാപകരാകാൻ ഇറങ്ങി തിരിച്ചവരല്ലേ നിങ്ങൾ? എങ്കിൽ ഭയക്കണ്ട, ഇത്തവണ നിങ്ങൾ സ്വപ്ന ജോലിയിൽ എത്തിയിരിക്കും. അവസരങ്ങൾ ആർക്കും വേണ്ടി കാത്തു നിൽക്കാറില്ല. അവസരോചിതമായ ഇടപെടലാണ് ഏതൊരു വിജയത്തിന്റെയും അടിസ്ഥാനം. തീർച്ചയായും പോയ വർഷങ്ങളിൽ കൈവന്ന അവസരങ്ങൾ മുതലാക്കി എൻട്രിയിലൂടെ അധ്യാപകരായത് നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ്. ചിട്ടയായ പരിശീലനം, റിസർച്ച് ഓറിയന്റഡ് ക്ലാസുകൾ, മാറ്റമറിഞ്ഞ് തയ്യാറാക്കിയ മാതൃകാ പരീക്ഷകൾ, സ്റ്റഡി നോട്ട്സ്, അങ്ങനെ നിങ്ങളെ ആദ്യ റാങ്കിൽ എത്തിക്കാൻ വേണ്ടതെല്ലാം എൻട്രിയിലുണ്ട്. അപ്പോൾ എങ്ങനാ, പഠിച്ചു കയറുമല്ലേ സ്കൂളുകളിലേക്ക്? ഇപ്പോൾ തന്നെ എൻട്രിയുടെ HSA ടീമിനൊപ്പം ജോയിൻ ചെയ്യും. റാങ്കുകളെടുത്ത് പഠിക്കാം, റാങ്കിനായി പഠിക്കാം. ജോയിൻ എൻട്രി ആപ്പ്. ഹായ് ഹലോ, വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. ഐ ആം കാവ്യ. എങ്ങനെ പോകുന്നു HSA സോഷ്യൽ സയൻസിന്റെ പഠിത്തമൊക്കെ? ഇവിടെ വരെ എത്തി നിങ്ങളുടെ പഠിത്തം? നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്ന് എൻട്രി ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് HSA സോഷ്യൽ സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് PYQs ആണ്. അപ്പൊ എൻട്രിയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് തുടങ്ങിക്കളഞ്ഞാലോ? തുടങ്ങാം അല്ലെ? നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം: റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കൽ, നോട്ട് അടിച്ചിറക്കൽ, റിപ്പോ നിരക്ക് കുറയ്ക്കൽ, റിവേഴ്സ് റിപ്പോ നിരക്ക് കുറയ്ക്കൽ. അപ്പൊ നമ്മുടെ രാജ്യത്ത് വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ നാണ്യപ്പെരുപ്പം എന്ന് പറയുന്നത് അല്ലെ. അതായത് എന്താണ്? ഇൻഫ്ലേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ സെൻട്രൽ ബാങ്ക് പലതരത്തിലുള്ള മെഷേഴ്സിലൂടെയും ഈ നാണ്യപ്പെരുപ്പത്തിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. റിപ്പോ റേറ്റ് ഉണ്ട്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ട്, പല മെത്തേഡുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കൽ. റിപ്പോ റേറ്റിലൂടെ നമുക്ക് ഇൻഫ്ലേഷണറി കണ്ടീഷനെ, നമ്മുടെ നാണ്യ പെരുപ്പത്തിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഇവിടെ ആക്ട് ചെയ്യുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കമേഴ്ഷ്യൽ ബാങ്ക്സുമാണ്. അവർ തമ്മിലുള്ള ആ ഒരു റിപ്പോ നിരക്കിന്റെ എമൗണ്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ ഫണ്ട് എന്ന് പറയുന്നത് എന്താകും? കുറച്ച് ലിമിറ്റഡ് ആകും. അതുമൂലം എന്താണ്? ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാനാകും. നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നയിക്കാനായി സാധിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ചോദ്യവും അതുമായി റിലേറ്റ് ചെയ്യുന്ന ഫാക്ടുകളുമാണ് ചർച്ച ചെയ്യുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് 1935 ഏപ്രിൽ 1-നാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് 1949-ലാണ്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ആസ്ഥാനം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കൊൽക്കത്തയാണ്. അതേപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഇപ്പോഴും മുംബൈയിലേക്ക്, അല്ലെങ്കിൽ എപ്പോഴാണ് മുംബൈയിലേക്ക് മാറ്റിയത്? 1937-ലാണ്. ആദ്യത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആരായിരുന്നു? സർ ഓസ്ബോൺ സ്മിത്ത് ആണ് ആദ്യത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ എന്ന് പറയുന്നത്. എന്നാൽ ആദ്യത്തെ ഇന്ത്യൻ RBI ഗവർണർ ആരായിരുന്നു? CD ദേശ്മുഖ് ആയിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാ? ഹിൽട്ടൺ യങ് കമ്മീഷൻ അഥവാ റോയൽ കമ്മീഷൻ ആയിരുന്നു. ഓക്കെ, യെസ്. ഇനി ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് ഏതാണ്? RBI ആണ്. ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതേപോലെ ബാങ്കിങ് ഒംബഡ്സ്മാൻ സ്കീം എവിടെയാണുള്ളത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തന്നെയാണ്. എന്തൊക്കെയാ നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു അല്ലെ? RBI എപ്പോഴാ വന്നത്? 1935 ഏപ്രിൽ 1-നാണ് വന്നത്. ആദ്യം എവിടെയായിരുന്നു അതിന്റെ ആസ്ഥാനം? കൊൽക്കത്തയായിരുന്നു അല്ലെ. റിലേറ്റഡ് ആയ ഒരുപാട് ഫാക്ടുകൾ നമ്മൾ പഠിച്ചു. ഇങ്ങനെ വേണം പഠിക്കാൻ. അതായത് നമ്മൾ ഒരു ചോദ്യം എടുക്കുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും കൂടെ പഠിക്കാനായി ഉറപ്പുവരുത്തുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നബാർഡ് രൂപീകരണത്തിലേക്ക് നയിച്ച CRAFICARD-യുടെ അധ്യക്ഷൻ K. നാഗരാജ്, GR ചിന്താല, MS സ്വാമിനാഥൻ, B. ശിവരാമൻ. ശിവരാമൻ എന്നും കാണാം, ശിവറാമൻ എന്നും കാണാം, രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. സോ ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ശിവരാമനാണ്. ഓക്കെ. നബാർഡ് സ്ഥാപിതമായ വർഷം 1982-ലാണ്. നബാർഡിന്റെ പ്രധാന ഓഫീസ് എവിടെയാ?
മുംബൈയിലാണ്. നബാർഡ് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ശിവറാമൻ എന്നും കാണാം, ശിവരാമൻ എന്നും കാണാം, രണ്ടായാലും ശരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, നബാർഡിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്ന്, കൃഷി, ഗ്രാമവികസനം, സഹകരണ മേഖല. ഇവരുടെയൊക്കെ അതായത് നമുക്കറിയാം ഗ്രാമീണ മേഖലയിലാണ് നമ്മുടെ കാർഷിക റിലേറ്റഡ് ആയി കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മേഖലയെ ഒന്ന് കൈപിടിച്ചുയർത്തുക എന്ന് പറയുന്നത് ആയിരുന്നു നബാർഡിന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പ്രാദേശിക സഹകരണ ബാങ്കുകൾക്കും ഗ്രാമവികസന സ്ഥാപനങ്ങൾക്കും അവർക്ക് എന്തെല്ലാമാണോ ഫണ്ട്, ധനസഹായം അല്ലെ ആവശ്യമായിട്ടുള്ളത് അവയെല്ലാം നൽകുക എന്ന് പറയുന്നതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു? നബാർഡിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നബാർഡ് അനുവദിക്കുന്ന പ്രധാന ഫണ്ടിന്റെ പേരെന്താ? റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് എന്നാണ്. ഇവ ഗ്രാമീണ ബാങ്കുകൾക്കും സഹകരണ ബാങ്കുകൾക്കുമുള്ള വായ്പകളുടെ ഫോമിലാണ് നൽകുന്നത്. അപ്പൊ ഈ ഒരു നബാർഡ് ഏത് തരം ബാങ്കുകളുടെ നിരീക്ഷണവും നിയന്ത്രണവും നടത്തുന്നത്? പ്രാദേശിക ഗ്രാമീണ ബാങ്കും അതുപോലെ തന്നെ സഹകരണ ബാങ്കുകൾ. ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക, റൂറൽ ഏരിയയെ ഒന്ന് കൈപിടിച്ചുയർത്തുക മുതലായവയാണ് ഇവയുടെ ലക്ഷ്യം. അടുത്ത ചോദ്യം, UPIയുടെ മുഴുവൻ പേര് അല്ലെ രൂപം. യുണൈറ്റഡ് പേയ്മെന്റ് ഇന്റർഫേസ്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, യൂണിഫൈഡ് പേയ്മെന്റ് ഇൻഡസ്റ്റ്, യൂണിഫൈഡ് പ്രോഗ്രാം ഇന്റർഫേസ്. എന്താണ് ഇവിടെ ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ആണ്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. എന്താണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്? അതൊരു ആപ്ലിക്കേഷൻ, ഒരു സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ ആണ് അല്ലെ. ബാങ്കിങ് സിസ്റ്റം, നമ്മുടെ ബാങ്കിങ് പ്രോസസ്സ് വളരെ ഈസി ആയി, നമ്മുടെ ട്രാൻസാക്ഷൻ മെക്കാനിസം വളരെ ഈസി ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് UPI എന്ന് പറയുന്നത്. അത് ആരാണ് വികസിപ്പിച്ചത്? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്, അതായത് NPCI എന്ന് പറയില്ലേ, അവരാണ് ഈ ഒരു മൊബൈൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനെ, ബാങ്കിങ് ട്രാൻസാക്ഷനുമായി റിലേറ്റ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനെ ഡെവലപ്പ് ചെയ്തത്. അടുത്ത ചോദ്യം, ഉപഭോക്തൃ വസ്തുക്കളുടെ ഉൽപാദനത്തിന് സഹായമാകുന്ന കേന്ദ്ര പ്രവണത അളവ്. മീൻ, മീഡിയൻ, മോഡ്, റേഞ്ച്. മോഡാണ് ശരിയായ ഉത്തരവ് അല്ലെ. അതായത് രാമൻ എന്ന് പറയുന്ന വ്യക്തി, ഈ രാമൻ ഒരു ദിവസം, രാമൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം, സേ ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലെ ബിരിയാണിയാണ് കഴിച്ചത്, ഉച്ചയ്ക്കും ബിരിയാണിയാണ് കഴിച്ചത്, രാത്രിയിലും ബിരിയാണിയാണ് കഴിച്ചത്. അതിന്റെ ഇടയിൽ അദ്ദേഹം ചായ കുടിച്ചു, കാപ്പി കുടിച്ചു, വേറെ കുറെ കാര്യങ്ങൾ, മിക്സ്ചർ കഴിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇൻടേക്ക് ചെയ്ത ആഹാരം ഏതാണ്? ബിരിയാണിയാണ് അല്ലെ, ഏറ്റവും കൂടുതൽ. അപ്പൊ അതിനെ കേന്ദ്ര പ്രവണത എന്ന് നമ്മൾ പറയും, അതിനെയാണ് മോഡ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയിലെ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിനെ മൂന്നായി തിരിക്കാം, മീൻ, മീഡിയൻ ആൻഡ് മോഡ് എന്ന്. മീൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്, നമ്മൾ സ്കൂളിലൊക്കെ ആവറേജ് കണ്ടുപിടിക്കില്ലേ, സെയിം തിങ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ പൊസിഷണൽ ആവറേജ് ആണ്, മോഡ് എന്ന് പറഞ്ഞാലും പൊസിഷണൽ ആവറേജ് ആണ്. അടുത്തത് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, സെൻട്രൽ ടെൻഡൻസി പോലെ തന്നെ ഉള്ളതാണ്. അവിടെ അബ്സല്യൂട്ട് മെഷർ ഉണ്ട്, റിലേറ്റീവ് മെഷർ ഉണ്ട്. അബ്സല്യൂട്ട് മെഷറിന്റെ കീഴിലാണ് റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ വരുന്നത്. റിലേറ്റീവ് മെഷറിന്റെ കീഴിലാണ് കോയിഫിഷ്യന്റ് ഓഫ് റേഞ്ച്, കോയിഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, കോയിഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോയിഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ വരുന്നത്. അടുത്ത ചോദ്യം, ഒരു മേഖലയിൽ ചെലവഴിക്കുന്നത് കൊണ്ട് നഷ്ടമാകുന്ന മറ്റൊരു മേഖലയിൽ ഉണ്ടാക്കാമായിരുന്ന നേട്ടമാണ് അവസര ചെലവ് അല്ലെങ്കിൽ അവസരാത്മക ചെലവ്, യഥാർത്ഥ ചെലവ്, അധിക ചെലവ്, പരമാവധി ചെലവ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ, വളരെ മോട്ടിവേറ്റഡ് ആയി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റും എഴുതിയെടുക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? എനിക്കൊരു HSC അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാവണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ അവിടെ ത്യജിക്കുന്നത്? എന്താ? ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയാകാം അല്ലെ. ഒരു 10,000 രൂപ കിട്ടുന്ന ജോലിയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അത് വേണ്ടാന്ന് വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊരു ലീവ് എടുത്ത് ഒരു ബ്രേക്ക് എടുത്തായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഒരു കർമ്മത്തിനായി അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിക്കാനായി പ്രവേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് 10,000 രൂപ നിങ്ങളവിടെ സാക്രിഫൈസ് ചെയ്യുന്നു, റൈറ്റ്? ആ 10,000 രൂപയാണ് നിങ്ങളുടെ അവസര ചെലവ്. ഈ വീഡിയോ കാണുന്നു, എല്ലാം എഴുതിയെടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ TV കാണാം, പത്രം വായിക്കാമായിരുന്നു, വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അതെല്ലാം വേണ്ട എന്ന് വെച്ച്, അപ്പൊ അവിടെ ഒരു കോസ്റ്റ് ഉണ്ടല്ലേ. നിങ്ങൾ TV കാണുമ്പോൾ നിങ്ങൾക്കൊരു യൂട്ടിലിറ്റി കിട്ടുന്നു, സന്തോഷം കിട്ടുന്നു.
അത് വേണ്ടെന്ന് വെച്ച് നിങ്ങൾ ഇത് കാണുന്നു. കാരണം ഇതിൽ നിന്നുള്ള യൂട്ടിലിറ്റിയാണ് അതിൽ നിന്നുള്ള യൂട്ടിലിറ്റിയേക്കാൾ കൂടുതൽ അല്ലെ. അപ്പൊ അങ്ങനെ വേണ്ടാന്ന് വെക്കുന്നതിനെയാണ് നമ്മൾ അവസര ചെലവ്, അതിനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. ഗോഡ്ഫ്രെഡ് ഹാബർ അല്ലെ. അപ്പൊ ഒരു വിദ്യാർത്ഥി പഠനത്തിന് ചെലവഴിക്കുന്ന സമയത്തെ ചിലവ് ആ സമയത്ത് ജോലി ചെയ്താൽ ലഭിച്ച് ഉണ്ടായിരുന്ന പണത്തെക്കാൾ വലുതാണെന്ന് തിരിച്ചറിവ് വരുന്നു. അപ്പൊ ആ 10,000 രൂപ വേണ്ടെന്ന് വെച്ച് എനിക്ക് HSC അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാവണം എന്നുള്ള ലക്ഷ്യം വെച്ച് നിങ്ങൾ മൂവ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. യെസ്. അടുത്തത് യഥാർത്ഥ ചെലവ്. യഥാർത്ഥ ചെലവ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, ആക്ച്വൽ കോസ്റ്റ്. അതായത് ഇപ്പൊ ഈ ഒരു പെണ്ണുണ്ടാക്കണം. ഈ പെണ്ണുണ്ടാക്കാൻ വേണ്ടി ഇതിന്റെ ഈ ബോഡി പാർട്ടിന് എനിക്ക് 10 രൂപയാണ്, നിബിന് 5 രൂപയാണ്, ലേബേഴ്സിന് കൊടുക്കേണ്ടത് ഇത്ര രൂപയാണ്. അങ്ങനെ മൊത്തത്തിൽ എത്രയാണോ നിങ്ങൾക്ക് ചിലവ് വന്നിട്ടുള്ളത് അതിനെയാണ് യഥാർത്ഥ ചിലവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അധിക ചെലവ്. എന്താ അധിക ചെലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ, ഈ പെണ്ണുണ്ടാക്കാൻ മാർജിനൽ കോസ്റ്റ് എന്ന് പറയും. ഈ പെണ്ണുണ്ടാക്കാൻ എനിക്ക് 100 രൂപയാണ് ആയത്. ഞാന് ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസറിന്റെ അടുത്തേക്ക്, ഉൽപാദകന്റെ അടുത്തേക്ക് പറയാണ് ഈ പെണ്ണും കൂടെ നിങ്ങളൊന്നും ഉണ്ടാക്കണം. അപ്പൊ അധികമായി എത്ര കൂടി ചിലവ് വന്നു? 100 രൂപയും കൂടെ ചിലവ് വന്നു അല്ലെ. അതായത് ഈ പെണ്ണ് ഉൽപ്പാദിപ്പിക്കാൻ 100 രൂപ, ഈ പെണ്ണും കൂടെ ഞാൻ ഉൽപ്പാദിപ്പിക്കാൻ പറഞ്ഞാൽ അധികമായി 100 രൂപയും കൂടെ ഞാൻ എന്ത് ചെയ്യണം? കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അധികമായി വരുന്ന ചിലവിനെ അധിക ചിലവ് എന്നുള്ളതായി പറയുന്നു. അടുത്തത് പരമാവധി ചെലവ്. ഒരു ഉപഭോക്താവ് പറയാണ് ഈ കമോഡിറ്റിക്ക് ഞാൻ 100 രൂപ വരെ തരാൻ തയ്യാറാണ്, അതിന് മീതെ പറ്റില്ല. ഒരു പ്രൊഡ്യൂസർ പറയാണ് ഈ കമോഡിറ്റി ഉണ്ടാക്കാൻ 100 രൂപ തരാൻ തയ്യാറാണ്, അതിൽ കൂടുതൽ പറ്റില്ല. അപ്പൊ ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട് അല്ലെ, പരമാവധി അളവുണ്ട്. അതിനെയാണ് പരമാവധി ചെലവ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇലാസ്തികത കുറഞ്ഞ ചോദനമുള്ള ഉൽപ്പന്നം അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ: ഭക്ഷ്യധാന്യം, ഇന്ധനം, ഓട്ടോമൊബൈൽ, ആഡംബര വസ്തുക്കൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭക്ഷ്യധാന്യം, ഇന്ധനം. എന്താണ് ഇലാസ്തികത? നമുക്കറിയാം ഒരു സാധനത്തിന്റെ ചോദനം, അതായത് ഡിമാൻഡും പ്രൈസും തമ്മിൽ, വിലയും തമ്മിൽ ഉൾട്ടാബന്ധമാണ്. എന്താ ഉൾട്ടാബന്ധം? ഉൾട്ടാബന്ധം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അതായത് ഈ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി ഉണ്ടെങ്കിൽ, ഈ പെണ്ണുണ്ടെങ്കിൽ, ഈ പെണ്ണിന്റെ വില വർദ്ധിച്ചാൽ ഇതിന്റെ ചോദനം കുറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണ് ആരും പിന്നെ വാങ്ങാൻ നിൽക്കില്ല. ഇതേപോലെയുള്ള അസംഷൻസ് ഉണ്ട്. എന്നിരുന്നാലും ഒരു നോർമൽ കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പെണ്ണിന്റെ വില കൂടിയാൽ ഈ പെണ്ണ് നമ്മൾ ആരും വാങ്ങില്ല. എന്ത് സംഭവിക്കും? വേറെ ഇതേപോലെയുള്ള വേറെ പെണ്ണ് പോയി വാങ്ങും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തായി പറയുന്നത്, അല്ലെങ്കിൽ ഇതിൽ വരുന്ന എത്രത്തോളം ഉണ്ടാകുന്നു ഈ മാറ്റം എന്നുള്ളതാണ് നമ്മൾ എന്തിൽ സൂചിപ്പിക്കുന്നത്? ചോദകത്തിൽ അല്ലെങ്കിൽ ഇലാസ്തികതയിൽ പഠിക്കുന്നത്. വിലയിൽ വരുന്ന മാറ്റം മൂലം ചോദനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ തോതനത്തിനെ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക പദമാണ് ചോദനത്തിന്റെ ഇലാസ്തികത എന്ന് പറയുന്നത്. ഈ വിലയിൽ വരുന്ന മാറ്റം അനുസരിച്ച് ഇതിന്റെ ചോദനത്തിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത്, ആ മാറ്റത്തിന്റെ റെപ്രസെന്റേഷൻ, ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇലാസ്തികത. അപ്പൊ ഇത് എക്കണോമിക്സിൽ ആരാ കൊണ്ടുവന്നത്? ധനശാസ്ത്രത്തിൽ ആൽഫ്രഡ് മാർഷൽ ആണ് കൊണ്ടുവന്നതും ഡെവലപ്പ് ചെയ്തത്. അടുത്ത ചോദ്യം, ഉപഭോക്തൃ വ്യവഹാരത്തിന്റെ ഓർഡിനൽ സമീപനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഉപഭോക്താവിന്റെ സംതൃപ്തിയെ സാംഘികമായി കണക്കാക്കുന്നു. പൗരാണിക സാമ്പത്തിക ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ച സമീപനം ഉപഭോക്താവിന്റെ സംതൃപ്തിയെ ഗുണാത്മകമായി കണക്കാക്കുന്നു. ആൽഫ്രഡ് മാർഷലും സഹായികളും ഈ സമീപനത്തെ അംഗീകരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ബേസിക്കലി ഓർഡിനൽ അപ്രോച്ച് ഉണ്ട്, അതേപോലെ കാർഡിനൽ അപ്രോച്ച് ഉണ്ട് അല്ലെ. എന്താ ഓർഡിനൽ? റാങ്കിങ് ആണ് വരുന്നത്. ഗുണം നോക്കി എനിക്ക് ആദ്യം ഇഷ്ടം ഇതാണ്, രണ്ടാമത്തെ ഇഷ്ടം ഇതാണ്, നമ്മൾ റാങ്ക് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒരു പെൻസിലുണ്ട്, 2 പെൻസിലുണ്ട്, 3 പെൻസിലുണ്ട്, കൗണ്ട് ചെയ്യാം. അപ്പൊ ഗുണത്തെ നോക്കുന്നവയെ എന്താ നമ്മൾ ഓർഡിനൽ എന്ന് പറയും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയുടെ GDP-യിൽ 2020-21 വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് കാണിച്ചത്. കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖല, കൃഷി അധിഷ്ഠിത വ്യാവസായിക മേഖല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സേവന മേഖല. നമ്മൾ എക്കണോമിക് സർവേ 2020-21 നോക്കിക്കഴിഞ്ഞാൽ ആ ഡാറ്റയാണിത്. കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. GDP ഗ്രോത്ത് എന്ന് പറയുന്നത് 11 ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്, 11%.
ഫിസിക്കൽ ഡെഫിസിറ്റ് 3.5 ആണ്, 3.5% ആണ്. അതേപോലെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് 3.1% ഓഫ് GDP ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് 586.1 ആണ്. അഗ്രികൾച്ചർ, ഫോറസ്ട്രി ആൻഡ് ഫിഷിംഗിന്റെ 3.4 ആണ് നമുക്കിവിടെ ഗ്രോത്ത് റേറ്റ്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നെഗറ്റീവ് ആയിരുന്നു, -9.6 ആണ്. സർവീസ് -8.8. കണ്ടോ, ഏറ്റവും കുറവ് സർവീസ് മേഖലയിലല്ലേ. അടുത്ത ചോദ്യം, ഒരാളുടെ ആകെ വാർഷിക വരുമാനം നമുക്ക് തന്നിട്ടുണ്ട്, പ്രത്യക്ഷ നികുതി നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകം ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നികുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വരുമാനം എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ നിന്നും നികുതി കുറച്ചു കഴിഞ്ഞ് നമുക്ക് ചിലവാക്കാനുള്ള എമൗണ്ട് എത്രയാണോ അതിനെയാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എമൗണ്ട്. ഇതിന്റെ അകത്ത് നിന്ന് നമ്മൾ ഒന്ന് റെഡ്യൂസ് ചെയ്താൽ മതി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാനവിക മൂലധന സിദ്ധാന്തവുമായി ബന്ധമുള്ള ചിന്തകൻ. ആഡം സ്മിത്ത്, ജോൺ മാർഷൽ, JM കെയ്ൻസ്, ഗാരി ബേക്കർ. ശരിയായ ഉത്തരം ഗാരി ബേക്കർ. അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പൊ ബേസിക് ഐഡിയ കിട്ടിക്കാണൂ അല്ലെ, ഏത് വരെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. മുൻപ് ചോദിച്ച ചോദ്യങ്ങളെ കുറിച്ചും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ എന്താണ്, നമുക്ക് അവസരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും തേടി വരണമെന്നില്ല. ഇന്ന് നമ്മളുടെ അവസരമാണ്. ഈ അവസരത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തത്തെ ഏറ്റവും വ്യക്തമായി, ഏറ്റവും സ്പഷ്ടമായി ചെയ്യാനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് എൻട്രിയുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. കേരളത്തിലെ ക്ലാസ് മുറികൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതെ, HSA നോട്ടിഫിക്കേഷനുകൾ വന്നു കഴിഞ്ഞു. അധ്യാപകരാകാൻ ഇറങ്ങി തിരിച്ചവരല്ലേ നിങ്ങൾ, എങ്കിൽ ഭയക്കണ്ട, ഇത്തവണ നിങ്ങൾ സ്വപ്ന ജോലിയിൽ എത്തിയിരിക്കും. അവസരങ്ങൾ ആർക്കും വേണ്ടി കാത്തു നിൽക്കാറില്ല. അവസരോചിതമായി ഇടപെടലാണ് ഏതൊരു വിജയത്തിന്റെയും അടിസ്ഥാനം. തീർച്ചയായും പോയ വർഷങ്ങളിൽ കൈവന്ന അവസരങ്ങൾ മുതലാക്കി എൻട്രിയിലൂടെ അധ്യാപകരായത് നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ്. ചിട്ടയായ പരിശീലനം, റിസർച്ച് ഓറിയന്റഡ് ക്ലാസുകൾ, മാറ്റമറിഞ്ഞ് തയ്യാറാക്കിയ മാതൃകാ പരീക്ഷകൾ, സ്റ്റഡി നോട്ട്സ്, അങ്ങനെ നിങ്ങളെ ആദ്യ റാങ്കിൽ എത്തിക്കാൻ വേണ്ടതെല്ലാം എൻട്രിയിലുണ്ട്. അപ്പോൾ എങ്ങനാ, പഠിച്ചു കയറുമല്ലേ സ്കൂളുകളിലേക്ക്? ഇപ്പോൾ തന്നെ എൻട്രിയുടെ HSA ടീമിനൊപ്പം ജോയിൻ ചെയ്യും. റാങ്കുകളെടുത്ത് പഠിക്കാം, റാങ്കിനായി പഠിക്കാം. ജോയിൻ എൻട്രി ആപ്പ്.